പഠിക്കാൻ പോകണം. എന്താ സ്റ്റോറിയുടെ പേര്? ദ ലയൺസ് ടെയിൽസ്. ലയൺ ടെയിൽ എന്ന് പറഞ്ഞാൽ വാലല്ല, ലയന്റെ സ്റ്റോറി. ടെയിൽ എന്ന് പറഞ്ഞാൽ സ്റ്റോറി, ഒരു ലയന്റെ സ്റ്റോറി. ഈ പിക്ചറിൽ കാണുന്നത് എന്തെല്ലാവരും കാണുന്നുണ്ട്? അതില് എന്താ പിക്ചർ നോക്കാം എല്ലാരും. ഈ പിക്ചറിൽ ആരാ ഉള്ളത്? പിക്ചറിൽ ലയൻ. ലയന്റെ കൂടെ ഈ കുഞ്ഞു ഫ്രണ്ട് ആരാണ്? ഇതെന്താ അത്? എലിയല്ലത്, റാറ്റ്. മൗസ് എന്നും പറയും. അപ്പൊ ഒരു ലയന്റെയും ഒരു കുഞ്ഞു മൗസിന്റെയും സ്റ്റോറി നമ്മൾ പഠിക്കാൻ പോണത്. എന്താ സ്റ്റോറിയുടെ പേര്? ലയൺസ് ടെയിൽ. ഇതിന്റെ പേര് ലയൺസ് ടെയിൽ. അപ്പൊ നമുക്ക് ലിറ്റിൽ ഫ്രണ്ട് എന്നുള്ളൊരു സ്റ്റോറി നമുക്ക് നോക്കാം. ഓക്കെ. ഇൻ ദ ഡെൻസ് ഫോറസ്റ്റ് ഓഫ് മഹിളോർപ്യ there lived a mighty lion named കരാല ക്ഷേത്ര. അതായത് ഒരു വലിയൊരു ഫോറസ്റ്റ്, ഡെൻസ് ഫോറസ്റ്റ് ഉണ്ടായിരുന്നു. ആ ഡെൻസ് ഫോറസ്റ്റില് കരാല കേസര എന്ന് പറഞ്ഞാൽ ലയന്റെ പേരാണ് അല്ലെ. ആ ലയൻ ജീവിക്കണ്ടായിരുന്നു. ഐ ആം ദ കിങ് ഓഫ് ദിസ് ഫോറസ്റ്റ്. നമ്മുടെ ഫോറസ്റ്റിന്റെ കിങ് ആരാണ്? സിദ്ധാർത്ഥ. നമ്മുടെ ജംഗിൾ കിങ് രാജാവ് ആരാണ്? ഫോറസ്റ്റിന്റെ രാജാവ് ആരാണ്? കാട്ടിലെ രാജാവ് ആരാണ്? ഏതോ ലയൻ അല്ലെ. രാജാവാണ് ലയൻ. അപ്പൊ ലയൻ ഒരു ദിവസം ഭക്ഷണമൊക്കെ കഴിച്ച് റെസ്റ്റ് എടുക്കായിരുന്നു. നോക്കട്ടില്ലേ പിക്ചർ നോക്കല്ലോ. ലയൻ നല്ല ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് എന്ത് ചെയ്യായിരുന്നു? റെസ്റ്റ് എടുക്കായിരുന്നു. അപ്പൊ റെസ്റ്റ് എടുക്കുമ്പോ എന്തായത്? ആസ് ഹി സ്ലെപ്റ്റ് എ ടൈനി മൗസ് നെയ്മഡ് ചിക്കൂര ran over his body. അപ്പോഴാണ് ഒരു ചെറിയൊരു എലി, അതിന്റെ പേരെന്താണ്? ചിക്കൂര. എന്താ പേര് പറയുന്നത്? ചിക്കൂര. ചിക്കൂര എന്ത് ചെയ്തത്? ആ മൗസിന്റെ മേലെ കൂടെ എന്താ ചെയ്തത്? ലയന്റെ മേലെ കൂടെ ചാടി ഓടി കളിക്കായിരുന്നു. ഈ സിംഹം ഉറങ്ങുന്നില്ല, സിംഹത്തിന്റെ മേലെ കൂടെ കളിച്ചു. അപ്പൊ സിംഹത്തിന് ദേഷ്യം വരില്ലേ? What is this on my paw? എന്താ എന്റെ മേലെ? A mouse, how dare you disturb me? I will crush you. ഓ എലിയോ, ഞാൻ നിന്നെ എന്താ ചെയ്യണത്? ഞാൻ നിന്നെ കൊല്ലുന്നു. ദേഷ്യത്തോട് ആരാ പറയണത്? സിംഹം പറയണം. നീ എന്നെ ഉറങ്ങുമ്പോ ശല്യപ്പെടുത്തിയില്ലേ, അപ്പൊ ഞാൻ എന്താ ചെയ്യണത്? നിന്നെ ഞാൻ കൊല്ലാൻ പോവാന്ന് പറയും. The terrified mouse begged for his life. Please, mighty lion, spare me. If you let me go, I promise to repay your kindness. I will come to your aid whenever you need me. അപ്പൊ എലി പേടിക്കില്ലേ? സിംഹം അങ്ങനെ കൊല്ലാൻ വരുമ്പോ എലി എന്നിട്ട് എലി പേടിച്ചിട്ട് പറഞ്ഞു, അയ്യോ രാജാവ്, എന്നെ ഒന്നും ചെയ്യരുത്, എന്നെ വെറുതെ വിടണം. നിങ്ങൾക്ക് എന്തെങ്കിലും എപ്പോഴെങ്കിലും ഒരു ആവശ്യം വരുമ്പോ ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും അല്ലെ. ഇപ്പൊ എന്നെ കഴിക്കാതെ നിങ്ങൾ ഹെൽപ്പ് ചെയ്യും, ഞാൻ നിങ്ങൾക്ക് നാളെ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരും, എന്ത് ചെയ്യാ? എലി ആരെ ഹെൽപ്പ് ചെയ്യും? ലയനെ ഹെൽപ്പ് ചെയ്യാന്ന് എലി പറഞ്ഞ് ഇങ്ങനെ കെഞ്ചിക്കൊണ്ടിരിക്കുകയാണ്. ആരുടെ അടുത്ത്? സിംഹത്തിന്റെ അടുത്ത് അല്ലെ. അപ്പൊ how could an animal like you help me? However, the lion decided to release Chikura. അപ്പൊ സിംഹം പറഞ്ഞു, ഓക്കെ ഞാൻ നിന്നെ വെറുതെ വിടാം, ഞാൻ നിന്നെ ഒന്നും ചെയ്യില്ല, നീ പോയിക്കോ, ഞാൻ നിന്നെ വെറുതെ വിടാം. താങ്ക് യു മൈറ്റി ലയൺ. അപ്പൊ എലി എന്താ പറഞ്ഞത്? സിംഹത്തിന്റെ അടുത്ത് താങ്ക് യു, എന്നെ വെറുതെ വിട്ടതിന് ഞാൻ താങ്ക് യു. ഗോ ഓൺ ലിറ്റിൽ വൺ, യു ആർ ഫ്രീ. ശരി, നീ പോയിക്കോ, നീ ഫ്രീ ആണ് പറഞ്ഞ് സിംഹം പറഞ്ഞു വിടാണ്. Days later, the lion found himself trapped in a hunter's nest. കുറേ ദിവസം കഴിഞ്ഞു. അങ്ങനെ കുറേ ദിവസത്തിന് ശേഷം നോക്കുമ്പോ എന്താണ്? ഒരു ഹണ്ടർ, വേട്ടക്കാരൻ വന്ന് വല വീശിയപ്പോ വലയിൽ ആരാ കുടുങ്ങിയത്? വലയില്? സിംഹം. ഈ സിംഹം കണ്ടില്ലേ? നോക്ക് പിക്ചർ നോക്ക്. സിംഹം ആ വലയിൽ, വലിയ വലയിൽ സിംഹം കുടുങ്ങിപ്പോയി. സിംഹത്തിന് രക്ഷപ്പെടാൻ പറ്റുമോ? ഇല്ല. സിംഹം ആ വലയിൽ പെട്ടുപോയി. ഏതോ വേട്ടക്കാരന്റെ വലയിൽ സിംഹം പെട്ടു. The lion called out, desperate from help before the hunter came back. Help, someone help me please. അപ്പൊ ലയൻ എന്താ പറയണത്? Someone help me please എന്ന് പറഞ്ഞിട്ട് കരയാണ്. ആരെങ്കിലും എന്നെ എന്ത് ചെയ്യണത്? ഹെൽപ്പ് ചെയ്യൂ, പ്ലീസ് മീ, ഹെൽപ്പ് മീ എന്ന് പറഞ്ഞിട്ട് ആരാ കരയണത്? ലയൻ കരഞ്ഞോണ്ടിരിക്കുന്നത്. It sounds like the lion is in trouble. Hearing the lion in distress, Chikura ran to help me. I must help him. അങ്ങനെ ഈ ലയൻ കരയണത് ദൂരെ നിന്ന് ആരാ കേൾക്കണത്? എലി, നമ്മുടെ ചിക്കൂര എലി കേട്ടു. ആ ലയന്റെ സൗണ്ട് അല്ലേ? അന്ന് എന്നെ ഒന്നും ചെയ്യാതെ വെറുതെ വിട്ട ലയന് എന്തോ പ്രശ്നമുണ്ട്. അത് എന്താ കരയുന്നത്? പ്ലീസ് ഹെൽപ്പ് മീനോട് കരയുണ്ട്. അപ്പൊ ഞാൻ വേഗം പോയി അത് രക്ഷിക്കണം വേണ്ടി ലയൻ ഓടിപ്പോവാണ്. എന്താ ഈ ചിക്കൂര പറഞ്ഞ നമ്മുടെ എലി ഓടിപ്പോവാണ്. ആ രക്ഷിക്കാൻ, ലയനെ രക്ഷിക്കാൻ വേണ്ടി ഓടിപ്പോവാണ്. Chikura climbed onto the neck and began to break the rock with his sharp teeth. Just a little more and he will be free. Slowly but surely the rock started to give away. അപ്പൊ ചിക്കൂർ നമ്മുടെ എലി എന്ത് ചെയ്തു? വേഗം നെറ്റിൽ കയറി, ആ വലയിൽ കയറി, വലയുടെ മേലെ കയറി. എലിയുടെ പല്ല് കണ്ടിട്ടുണ്ടല്ലോ, നല്ല ഷാർപ്പായിരിക്കും. ആ പല്ല് വെച്ച് കടിക്കുന്നുണ്ടല്ലേ, കണ്ടിട്ട് നോക്കല്ലോ. ആ പല്ല് വെച്ച് ആ വലയൊക്കെ കടിച്ച് എന്ത് ചെയ്യുന്നു? ആ വല പൊട്ടിച്ചിട്ട് സിംഹത്തിനെ രക്ഷിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്.
ഓ ഐ ക്യാൻ ഫീൽ സംതിങ് ഹാപ്പനിങ്, ഐ ആം ഫ്രീ. അങ്ങനെ പൊട്ടിച്ച് അത് കടിച്ച് ആ വല പൊട്ടിച്ച് ആര് ഫ്രീ ആയി? നമ്മുടെ ലയന് ആ വലയിൽ നിന്ന് രക്ഷപ്പെട്ടു അല്ലേ? ഫൈനലി ദ റോക്സ് ബ്രോക്ക് ആൻഡ് ദ ലയൺ വാസ് ഫ്രീ. അങ്ങനെ അവസാനം ആ കടിച്ച് ആ വല മൊത്തം പൊട്ടി അവിടുന്ന് ലയൺ ഫ്രീ ആയി. യു ഹാവ് സേവ്ഡ് മൈ ലൈഫ്. അപ്പോ ലയൺ പറയുന്നത് നീ എന്റെ ജീവനം രക്ഷിച്ചു കൊണ്ട് താങ്ക് പറയണ ആരുടെ അടുത്ത്? നമ്മുടെ എലിയുടെ അടുത്ത്. I now understand that even the mightiest creatures can need help from smallest. I am glad I could help. അങ്ങനെ സിംഹം പറയണ നീ എത്ര ചെറുതാണ്. സിംഹമാണോ ചെറുത്, എലിയാണോ ചെറുത്? സിംഹം വലുതല്ലേ, സിംഹം ബിഗ്, എലിയല്ലേ ചെറുത്. ഇത്ര ചെറിയ കുഞ്ഞ് എലിയായിട്ട് ഇത്ര വലിയ സിംഹത്തിന് രക്ഷിക്കാൻ പറ്റിയില്ലേ അല്ലേ? എലി കുഞ്ഞാണെങ്കിൽ എന്താണ്, എലിയുടെ പല്ല് വെച്ചിട്ട് കടിച്ചിട്ട് ആ സിംഹത്തെ രക്ഷിച്ചു. അപ്പൊ എത്ര വലിയ കാര്യമാണ് എനിക്ക് വേണ്ടി ചെയ്തിരിക്കുന്നത് നീ. അതിനുശേഷം from that day on the lion and the mouse became friends. അന്ന് തൊട്ട് ആര് രണ്ടുപേര് ഫ്രണ്ട്സ് ആയി? ലയനും പിന്നെ ആരാണ്? ചിക്കൂര, മൗസ്. ഈ സിംഹവും എലിയും എന്തായി? ഫ്രണ്ട്സ് ആയി അല്ലേ? രണ്ടുപേരും ഭയങ്കര തിക്ക് ഫ്രണ്ട്സ് ആയി. It seems kindness creates the strongest friendship. That they spent many peaceful days together. The mighty lion and the tiny mouse lived in harmony. The friendship admired by all. അങ്ങനെ കാട്ടിലെ എല്ലാരും സംസാരിക്കാൻ പറഞ്ഞത് ഏറ്റവും നല്ല ഫ്രണ്ട്സ് ആരാണ്? സിംഹവും എലിയും. ഈ സിംഹവും എലിയും നല്ല ഫ്രണ്ട്സ് ആയി, എല്ലാവരും എക്സാമ്പിൾ ആയി. ചെറിയ ആളോ വലിയ ആളൊന്നും ഇല്ലാതെ രണ്ടുപേരും നല്ല ഫ്രണ്ട്സ് ആയിട്ട് എല്ലാ ഫ്രണ്ട്സും ഭയങ്കര ഫ്രണ്ട്ഷിപ്പായിട്ട് അവർ കുറെ കാലം നാട്ടിൽ സുഖമായി ജീവിച്ചു.